നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഞാൻ കോൺസെപ്റ്റ് സയൻസ് സെൻ്ററിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് സാമൂഹ്യശാസ്ത്രം ഹിസ്റ്ററിയും ജോഗ്രഫിയും രണ്ട് വിഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അതിലെ ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ 1ാം ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ പ്രധാനമായും 5 റെവല്യൂഷനുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും 2 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ലഭിക്കുന്നതാണ്. അതിൽ പാർട്ട് 1-നകത്ത് നിങ്ങൾക്ക് 6 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. 6 ചാപ്റ്ററുകളിൽ ഹിസ്റ്ററിയിൽ ആദ്യത്തെ ചാപ്റ്ററാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. നേരത്തെ തന്നെ പറഞ്ഞ പോലെ 5 വിപ്ലവങ്ങൾ, 5 റെവല്യൂഷനുകളാണ് നമുക്കിനകത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, എന്താണ് വിപ്ലവം? വാട്ട് ഈസ് റെവല്യൂഷൻസ്? റെവല്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ വിപ്ലവം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംവിധാനത്തിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നെത്താൻ സാധിക്കത്തുള്ളൂ. എന്തിനേയും മുൻപുണ്ടായിരുന്ന ഏതൊരു കാര്യത്തെയും ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. നിലവിലുണ്ടാവുന്ന ഏതൊരു കാര്യത്തിനും മാറ്റമുണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റെവല്യൂഷൻ എന്ന് പറയാം. അപ്പം ഇവിടെ ലോകത്ത് സംഭവിച്ചിട്ടുള്ള, ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിന് മാറ്റം സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതെല്ലാമാണ് ഈ 5 റെവല്യൂഷനുകൾ? ഒന്നാമതായി നമ്മൾ ഇന്നിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 1ാമത്തെ റെവല്യൂഷനായ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതിനുശേഷം ഫ്രഞ്ച് റെവല്യൂഷനിലേക്കും, റഷ്യൻ റെവല്യൂഷനിലേക്കും, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനിലേക്കും, ചൈനീസ് റെവല്യൂഷനിലേക്കുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ്. ഒരു സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ട് നമ്മൾ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് കടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യമുണ്ടായ റെവല്യൂഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചു വന്നതാണ് റിനൈസൻസിനെയും അതുപോലെ തന്നെ അതിലൂടെ ഉണ്ടായ എൻലൈറ്റ്മെൻറ്റിനെയും പറ്റി. നിലവിലുണ്ടായിരുന്ന സാമൂഹിക സംവിധാനങ്ങളെയൊക്കെ മാറ്റിമറിച്ചിരുന്ന ഏറ്റവും വലിയ, സമൂഹത്തിന് തന്നെ ലഭ്യമായ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിരുന്നു റിനൈസൻസ് അഥവാ നവോത്ഥാനം. നവോത്ഥാനത്തിലൂടെ ആളുകൾ ബാക്കി കാര്യങ്ങൾ, അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന മിക്ക കാര്യങ്ങളെയും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ഉണ്ടാവണമെങ്കിൽ അവിടെ മുൻകൂട്ടി ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം. അതെ, ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു കോളനി വൽക്കരണത്തിലേക്കും കോളനി സമ്പ്രദായങ്ങൾ വീണ്ടും ഒരു റെവല്യൂഷനിലേക്കോ ഒരു ഇൻഡിപെൻഡൻസിലേക്കോ എത്തിച്ചു അമേരിക്കയെ. അതിനെയാണ് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 16ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന്, റിലീജിയസ് ആയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇംഗ്ലണ്ടിലുണ്ടായതിനെ തുടർന്ന് മെയ്ഫ്ലവർ എന്ന കപ്പലിൽ കയറി ഒരു കൂട്ടം ആൾക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ഇത് കപ്പലാണ് മെയ്ഫ്ലവർ എന്ന കപ്പലിൽ കയറി ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ എവിടേക്ക്? അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ഇവരെ പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കൾ എന്ന് നമ്മൾ അറിയപ്പെട്ടു. ഇങ്ങനെ കുടിയേറി പാർത്ത ആൾക്കാർ പിന്നീട് അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചെടുക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞു, ഒരു കോളനി വൽക്കരണമാണ് എപ്പോഴും ഒരു ഫ്രീഡം മൂവ്മെന്റിലേക്ക് നയിക്കുക. അതെ, അമേരിക്കയിലും സംഭവിച്ചു ഒരു കോളനി വൽക്കരണം. എവിടെ നിന്ന്? ഇംഗ്ലണ്ടിൽ നിന്ന്. ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ അഥവാ ഇംഗ്ലണ്ട്, ആ രാജ്യത്തു നിന്ന് തന്നെ എവിടേക്കും? അമേരിക്കയിലേക്കും ഏകദേശം 16ാം നൂറ്റാണ്ടിലേക്ക് കുടിയേറി പാർത്ത ഒരു വിഭാഗം ആൾക്കാർ 13 കോളനികൾ സ്ഥാപിച്ചെടുക്കുകയാണ്. ഈ 13 കോളനികൾ പിന്നീട് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? കൺട്രോളിലേക്ക് എടുക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി ഈ 13 കോളനികളിൽ മെർക്കന്റൈലിസം എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാവുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ട് സഹായത്തോടു കൂടി അവരുടെ രാജ്യത്തിൽ നിന്ന് റോ മെറ്റീരിയലുകൾ കളക്ട് ചെയ്യുവാനും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ സ്വന്തം രാജ്യത്ത്, അതായത് ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ കോളനിയിൽ വിറ്റഴിക്കുന്നതിനുമായി
ബ്രിട്ടൻ കണ്ടെത്തിയ ഏറ്റവും വലിയ ഒരു മാർഗം, കോളനികളെ വെച്ചുള്ള ഏറ്റവും വലിയ മാർഗമായിരുന്നു ഏത്? മെർക്കന്റൈലിസം. മെർക്കന്റൈലിസത്തിന്റെ ഫലമായി 5 നിയമങ്ങൾ കോളനിയിൽ പിൽക്കാലങ്ങളിൽ ഉണ്ടായി. ഇതിനെ മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പൊ മെർക്കന്റൈലിസവും മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങളും ഈ ചാപ്റ്ററിൽ തന്നെ നമ്മുടെ റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് മെർക്കന്റൈലിസവും അതുപോലെ തന്നെ മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങളും. അപ്പം മെർക്കന്റൈലിസം എന്താണെന്ന് ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു മെർക്കന്റൈലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി നേരത്തെ അവർ, അതായത് 13 കോളനികൾ അമേരിക്കയിൽ അവർ സെറ്റ് ചെയ്തിരുന്നു. ഈ 13 കോളനികളിൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന ഒരു സെന്ററായിട്ടും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായുമാണ് അമേരിക്കയെ ആര് ട്രീറ്റ് ചെയ്തിരുന്നത്? ഇംഗ്ലണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനെ മെർക്കന്റൈലിസം എന്നറിയപ്പെട്ടു. ഈ മെർക്കന്റൈലിസത്തിൽ പ്രധാനമായും 5 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. മെർക്കന്റൈലിസം പ്രധാനമായും എത്ര നിയമങ്ങൾ? 5 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 5 നിയമങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ 5 നിയമങ്ങൾ ഇത് കാണുന്ന പോലെ തന്നെ 5 ലോസും ബൈ ഹാർട്ട് ചെയ്യുക വളരെ പ്രയാസമാണ്. ഓൾറെഡി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. അവൈലബിൾ അല്ലാത്തവർ ഒരു ബുക്കും പേനയും എടുത്ത് ഇതോടൊപ്പം തന്നെ എഴുതി വരിക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് പിന്നീടും ഇത് ഉപകാരപ്രദമാവും. അപ്പോൾ ഇതിൽ ഒരു ലെക്ചർ നോട്ട് എന്ന രീതിയിൽ നമുക്ക് ഈ 5 പോയിന്റുകളെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. മെർക്കന്റൈലിസ്റ്റ് ലോ. ഫസ്റ്റ് മെർക്കന്റൈലിസ്റ്റ് ലോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് only in British ship or ship built in British colonies. ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചതോ അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലിലോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഗുഡ്സ്, സാധനങ്ങൾ കൊണ്ടുപോകുവാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഒന്നാമത്തെ നിയമമായിട്ട് നമ്മൾ ഒരു കോഡ് പോലെ നമ്മൾ പഠിച്ചു വെക്കുന്നു. 1 ഷിപ്പ്. ഒന്നായി നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഷിപ്പ്. ഒന്നാമത്തെ മെർക്കന്റൈലിസ്റ്റ് ലോ നമ്മൾ കുറച്ച് ചെറിയ പോയിന്റ് പോലെ പഠിച്ചു വെക്കുന്നു. ഷിപ്പ് എന്താ? ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്പ് ഓർ ഷിപ്പ് ബിൽറ്റ് ഇൻ കോളനി. കോളനി നിർമ്മിച്ചതോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ കപ്പലിലോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പോയിന്റ് പഠിച്ചത് എന്താണ്? ഷിപ്പ്. 2 ദ പ്രോഡക്റ്റ് ഓഫ് കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, cotton, tobacco, etc. could only be exported to England. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് കോളനീസ്. കോളനിയിലെ പ്രോഡക്റ്റുകളായ ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ. ഏതൊക്കെയാണ്? പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില തുടങ്ങിയത് എവിടേക്ക് മാത്രമേ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കുവാൻ പാടുള്ളൂ. ഇപ്പോൾ 2 പോയിന്റുകളും പഠിക്കുന്നു. ഒന്നാമത് നമ്മൾ ഷിപ്പ് എന്ന് പഠിച്ചു. എന്താ? ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചതോ അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ച കപ്പലിലോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഗുഡ്സിനെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒന്നാമത് ഷിപ്പ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പഠിക്കുന്നത് എന്താണ്? only be exported to England. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഏതൊക്കെ കയറ്റി അടിക്കാൻ പാടുള്ളൂ? ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ. പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയത് എങ്ങോട്ട് മാത്രമേ? only be exported to England. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പഠിക്കുന്നത് എന്താണ്? only be exported to England. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ. 2 പോയിന്റുകളായി. ഒന്നാമത്തെ ഷിപ്പ്, രണ്ടാമത്തെ എന്താണ്? only be exported to England. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം പ്രോഡക്റ്റുകളായ ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ. ഈ 4 പ്രോഡക്റ്റുകൾ പഠിച്ചു വെക്കുന്നവർ, അങ്ങനെ നിങ്ങളുടേതായ പോയിന്റുകളിലൂടെ പഠിച്ചു വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ഇപ്പോൾ 2 പോയിന്റുകളും പറഞ്ഞു. ഒന്നാമത്തെ ഏതാണ്? ഒന്ന് ഷിപ്പ്. രണ്ടാമത്തെ എന്താണ്? only be exported to ഇംഗ്ലണ്ട്. മൂന്നാമത് പഠിക്കുന്നു ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രോഡക്റ്റുകളായ ഏതൊക്കെ? ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. ഇവയ്ക്ക് എന്ത് കൊടുക്കണം? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്ന ഏതാണ്? ഇമ്പോർട്ട് ടാക്സ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു വരാം. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിനൈസൻസ് തുടങ്ങി 5 റവല്യൂഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി. 5 റവല്യൂഷനുകളിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് പഠിക്കുന്നത്, അല്ലേ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനകത്ത് നമ്മൾ ആദ്യം അമേരിക്കയിലേക്ക് ഈ 13 കോളനികൾ സ്ഥാപിക്കപ്പെട്ട കാര്യം പറയുന്നു. പിൽഗ്രിം ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കളെ പറ്റി പറയുന്നു. ഇവർ പിന്നീട് മെർക്കന്റൈലിസം കൊണ്ടുവരുന്നതും
മെർക്കന്റൈലിസത്തിന് നിയമങ്ങൾ ഉണ്ടാവുമെന്നും പഠിക്കുന്നു. ഈ മെർക്കന്റൈലിസം നിയമങ്ങളിൽ 3 നിയമങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്നാമത്തെ നിയമത്തിലെ പോയിന്റ് എന്താണ്? ഒന്ന്, ഷിപ്പ്. രണ്ടെന്താണ്? ഒൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ. മൂന്നാമത്തെ എന്താണ്? ഇമ്പോർട്ട് ടാക്സ്. ഏതിനൊക്കെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? ടീ, ഗ്ലാസ്, പേപ്പർ. ടീ, ഗ്ലാസ്, പേപ്പർ അല്ലേ? ഇത് 3 എന്ത് കൊടുക്കുക? ഇമ്പോർട്ട് ടാക്സ് കൊടുക്കുക. നാലാമതായി പറയുന്നു ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദി ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംലെറ്റ്, ലൈസൻസ് എക്സെട്ര. ബ്രിട്ടനിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ ഉണ്ടാവുന്ന ഏതൊക്കെ കാര്യങ്ങൾ? വർത്തമാന പത്രങ്ങൾ, ലഘുലേഖനങ്ങൾ, ന്യൂസ് പേപ്പറുകൾ, ഇവയിലെല്ലാം എന്ത് പതിപ്പിച്ചിരിക്കണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. അപ്പൊ നാലാമതായി നമ്മൾ പോയിന്റ് പഠിക്കുന്നു. ഏതാ? സ്റ്റാമ്പ്. ദ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ. ഏതിലേക്ക് അഫിക്സ് ചെയ്യണമെന്ന് പറയുന്നത്? ഡോക്യുമെന്റ്, ദ ലീഗൽ ഡോക്യുമെന്റ്. അവിടെ ഉണ്ടാവുന്നതായിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള നിയമപരമായ ലേഖനങ്ങളിൽ അല്ലെ നിയമപരമായ സംവിധാനങ്ങളിൽ. 2, ന്യൂസ് പേപ്പറുകൾ, അവിടുത്തെ ദിനപത്രങ്ങളിൽ, പാംലെറ്റ്, ലഘുലേഖനങ്ങൾ, ലൈസൻസുകൾ തുടങ്ങിയതിൽ തീർച്ചയായും എന്ത് പതിപ്പിച്ചിരിക്കണം? സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. ഇപ്പൊ 4 പോയിന്റുകൾ പഠിക്കുന്നു. ഒന്നാമത്തത് നമ്മൾ എന്ത് പറയുന്നു? ഷിപ്പ്. രണ്ടാമത്തെയോ? ഒൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. മൂന്നാമത്തത് ഇമ്പോർട്ട് ടാക്സ്. നാലാമത്തത് സ്റ്റാമ്പ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്പ്. കോളനി എന്ത് പ്രൊവൈഡ് ചെയ്യണം? അവിടെ നിലനിർത്തിയിട്ടുള്ള which were maintained in the colonies. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള സൈന്യത്തിന് കോളനിക്കാർ തന്നെ എന്ത് കൊടുക്കണം? പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അവരുടെ ആഹാരവും ആര് തന്നെ ഉറപ്പുവരുത്തണം? കോളനിക്കാർ തന്നെ ഉറപ്പുവരുത്തണം. നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? The colonies must provide food and quarters for the British troop. ബ്രിട്ടീഷ് ട്രൂപ്പ്. അപ്പോൾ നമ്മൾ 5-ാമതായി പഠിക്കുന്ന പോയിന്റ് നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പഠിക്കാം? ബ്രിട്ടീഷ് ട്രൂപ്പ് എന്ന് പഠിക്കാം. The colonies must provide food and quarters for the British troop which were maintained in the colonies. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള സൈന്യത്തിന് എന്ത് കൊടുക്കുക? must provide food and quarters. ഫുഡും ക്വാർട്ടേഴ്സും നൽകുക. ഈ 5 മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 നിയമങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ ഉണ്ടായിരുന്ന 13 കോളനികളെ കൺട്രോൾ ചെയ്തിരുന്നത്. മെർക്കന്റൈലിസം എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടു കൂടി എവിടെ? അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ അല്ലെ അമേരിക്കയിൽ കൊണ്ടുവന്ന കുറച്ച് സംവിധാനങ്ങളെയാണ് മെർക്കന്റൈലിസം എന്ന് പറയുന്നത്. മെർക്കന്റൈലിസത്തിന് എത്ര നിയമങ്ങൾ ഉണ്ടായിരുന്നു? പ്രധാനമായും 5 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെർക്കന്റൈലിസ്റ്റ് ലോയിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നത് എന്താ? ഷോർട്ടായിട്ട് പഠിച്ച ഏതാണ്? ഷിപ്പ് അല്ലേ? ദ ഗുഡ്സ് ഫ്രം ആൻഡ് ടു കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഷിപ്പ്. ഷിപ്പിലൂടെ മാത്രമേ, ആരുടെ? ഇംഗ്ലണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ കോളനിയിൽ നിർമ്മിച്ചതോ ആയ കപ്പലിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വസ്തുക്കൾ, സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. രണ്ടാമതായി പഠിച്ച പോയിന്റ് എന്തായിരുന്നു? എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. ഒൺലി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ. ഏതൊക്കെ വസ്തുക്കളാണ്? ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ അല്ലേ? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. മൂന്നാമത് പഠിച്ചത് എന്താണ്? ഇമ്പോർട്ട് ടാക്സ് അല്ലേ? ഇറക്കുമതി ചുങ്കം, ഇറക്കുമതി നികുതി എന്ത് ചെയ്യണം? കൊടുക്കണം. ഏതൊക്കെയാ? ടീ, ഗ്ലാസ്, പേപ്പർ. എവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന? അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ടീ, തേയില, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഇറക്കുമതി ചുങ്കം, അഥവാ ഇമ്പോർട്ട് ടാക്സ്. അപ്പോൾ 3 എന്താ ഷോർട്ടായിട്ട് പഠിക്കുന്നത്? ഷിപ്പ്, എക്സ്പോർട്ട് ഓൺലി ടു ഇംഗ്ലണ്ട്, ഇമ്പോർട്ട് ടാക്സ്. 4ാമത് പഠിച്ചത് എന്താണ്? സ്റ്റാമ്പ് അല്ലെ? അമേരിക്കയിലുള്ള വർത്തമാന പത്രങ്ങൾ, ലഘുലേഖനങ്ങൾ തുടങ്ങിയവ എന്ത് ഫിക്സ് ചെയ്തിരിക്കണം? മസ്റ്റായിട്ടും സ്റ്റാമ്പ് ഫിക്സ് ചെയ്തിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള സൈന്യത്തിന് കോളനിക്കാർ തന്നെ എന്ത് കൊടുക്കണം? ഫുഡും അതുപോലെ തന്നെ ഷെൽട്ടറും കൊടുക്കണം. അത് ലാസ്റ്റ് പോയിന്റ് പഠിച്ചത് എന്താണ്? ബ്രിട്ടീഷ് ട്രൂപ്സ് അല്ലെങ്കിൽ ട്രൂപ്സ്. ഇങ്ങനെ 5 പോയിന്റുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ പഠിക്കാം. അപ്പം മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക്, ഒരു ചെറിയ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നെയിമാണിത്, ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16-ാം തീയതി ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ, ബ്രിട്ടീഷുകാരുടെ കപ്പലിൽ
ഒരു കൂട്ടം റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച ഒരു കൂട്ടം ആൾക്കാർ കടന്നു കയറുകയും അതിലുണ്ടായിരുന്ന 342 തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത സംഭവത്തെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇമ്പോർട്ട് ടാക്സ് കൊടുത്തു. ഏതിനാ? തേയില. അപ്പൊ തേയിലയ്ക്ക് അമിതമായി നികുതി ചുമത്തിയതിനെ തുടർന്ന് 1773 ഡിസംബർ മാസം 16-ാം തീയതി ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറി ഒരു കൂട്ടം റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചു. അപ്പോൾ റെഡ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് മുൻ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ റെഡ് ഇന്ത്യൻസ് ആരാന്ന് നമുക്കറിയാം. എന്താ ഇവിടേക്ക് കടന്നെത്തിയ, പണ്ട് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് അമേരിക്കയിലേക്ക് കടന്നെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയാണ് തെറ്റിദ്ധരിച്ച് കടന്നെത്തിയതാണ് അമേരിക്കയിലേക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ കണ്ട ആൾക്കാരെ എന്തെന്ന് വിളിക്കുകയുണ്ടായി? ഇന്ത്യൻസ് എന്ന് വിളിക്കുകയുണ്ടായി. ക്രമേണ ഇവർ ആരായി മാറിയാണ്? റെഡ് ഇന്ത്യൻസ് ആയി മാറി. അപ്പോൾ ഈ റെഡ് ഇന്ത്യക്കാരാണ് എവിടെ കടന്നു കയറിയത്? ഈ കപ്പലിൽ കടന്നു കയറി ഇവിടെ ഉണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെ എന്തറിയപ്പെടുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും ശക്തമായ പ്രശ്നങ്ങൾ കോളനിയിൽ, അമേരിക്കയിലെ 13 കോളനികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിൽ സംഭവിച്ച പോലെ തന്നെ ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞ റിനൈസൻസ് ഉണ്ടായി, കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തി ആർക്കുണ്ട്? കോളനി ജനതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ ജോൺ ലോക്ക് എന്നും തോമസ് പെയിൻ എന്നും പറയുന്ന 2 തത്വചിന്തകര് ഇവിടെ ഉണ്ടാവുന്നു, ഫിലോസഫേഴ്സ് ഉണ്ടാവുന്നു. ഇവരുടെയൊക്കെ ഫിലോസഫി പരമായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങൾ കോളനിയിലെ ജനതകളെ എന്ത് ചെയ്യുന്നു? പ്രചോദിപ്പിക്കുന്നതിന് കാരണമായി മാറി. ഇതിന്റെ ഫലമായി 1774 എൻറ്റയർ കോണ്ടിനെന്റൽ അസംബ്ലി, ജോർജിയ ഒഴികെയുള്ള ബാക്കി എല്ലാ കോളനികളും 1774 ഫിലാഡൽഫിയയിൽ ഒത്തുകൂടുന്നു. ഇതിനെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. എന്താണ്? 1774 ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും ഫിലാഡൽഫിയയിൽ ഒത്തുകൂടുന്നു. ഇതിനെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഇവിടെ ഫിലാഡൽഫിയയിൽ ഒത്തുകൂടിയ ഇവര് ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. എന്തായിരുന്നു ആ നിവേദനം? നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് കൂട്ടുവാൻ സമ്മതിക്കില്ല. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ രാജാവ് സമ്മതിച്ചു കാണും? ഇല്ല, രാജാവ് സമ്മതിച്ചില്ല. രാജാവ് തൽഫലമായി ഒരു കൂട്ടം സൈന്യത്തെ കോളനിയിലേക്ക് അയക്കുകയുണ്ടായി. ഇത് കോളനിയിലെ ആൾക്കാരും രാജാവും തമ്മിൽ യുദ്ധമുണ്ടാവുന്നതിന് കാരണമായി മാറി. തൊട്ടടുത്ത വർഷം 1775 2-ാം കോണ്ടിനൽ കോൺഗ്രസ് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുകയാണ്. 2-ാം കോണ്ടിനൽ കോൺഗ്രസിന് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ ആർമിയുടെ ചീഫായി തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹെഡായിട്ട് ആര് തിരഞ്ഞെടുക്കുന്നു? ജോർജ് വാഷിംഗ്ടൺ. ഏത് വർഷമാണ്? 1775 2-ാം കോണ്ടിനൽ കോൺഗ്രസ്. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ നമ്മൾ 73 എന്തുകൊണ്ട് പറഞ്ഞു? 73 ഡിസംബർ 16-നാണ് ഏത് നടക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 74-ലാണ് ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജിയ ഒഴികെയുള്ള ബാക്കി കോളനികൾ എന്ത് ചെയ്യുന്നത്? കോണ്ടിനെന്റൽ കോൺഗ്രസ് കൊണ്ടുവരുന്നത് അല്ലെ. 73, 74. തൊട്ടടുത്ത വർഷം 75 എന്താ? ജോർജ് വാഷിംഗ്ടൺ കമാൻഡർ ഇൻ ചീഫായി തെരഞ്ഞെടുത്തു. ഏതിന്റെ? കോണ്ടിനെന്റൽ ആർമി. തൊട്ടടുത്ത വർഷം 76. അപ്പൊ പഠിക്കാൻ എളുപ്പമല്ലേ? 73, 74, 75, 76. 76 ജൂലൈ 4-ാം തീയതി ആര്? കോണ്ടിനെന്റൽ കോൺഗ്രസ് തന്നെ, അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡന്റ് ആയ ആർമി തന്നെ എന്ത് ചെയ്തു? അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം, ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? തോമസ് ജെഫേഴ്സന്റെയും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെയും നേതൃത്വത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. 1781 കോളനിയും രാജാവും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അപ്പൊ നമുക്ക് നോക്കാം, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 1773 ഡിസംബർ മാസം 16-ാം തീയതി എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ആൾക്കാർ കടന്നു കയറി തേയിലപ്പെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി. തൊട്ടടുത്ത് പറയുന്നു ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും ഫിലോസഫേഴ്സിന്റെ റോള് പറയുന്നുണ്ട്. 74 ജോർജിയ ഒഴികെയുള്ള കോളനികൾ എവിടെ ഒത്തുചേർന്നു? ഫിലാഡൽഫിയയിൽ ഒത്തുചേർന്ന് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അവിടെ വെച്ച് എന്ത്? രാജാവിന് നിവേദനം സമർപ്പിക്കുന്നു. ആര്? കോണ്ടിനെന്റൽ ഈ പറയുന്ന അമേരിക്കൻ കോളനിയിലെ ആൾക്കാരെല്ലാം കൂടെ ഒപ്പിട്ടൊരു നിവേദനമാണ് രാജാവിന് സബ്മിറ്റ് ചെയ്തത്. എന്തായിരുന്നു ആ നിവേദനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം? നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അപ്രൂവൽ, അംഗീകാരമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല?
ടാക്സ് നികുതി കൂട്ടുവാൻ പാടില്ല. രാജാവ് സമ്മതിച്ചില്ല. രാജാവ് തുടർന്ന് എന്ത് ചെയ്തു? രാജാവ് കോളനിയിലേക്ക് സൈന്യത്തെ അയക്കുകയും ഇത് കോളനിയും സൈന്യവും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുന്നതിന് കാരണമായി മാറുകയും ചെയ്തു. രണ്ടാം കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടൺ ഏത് വർഷമാണ്? 1775 1775 രണ്ടാം കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫ് ആയി തിരഞ്ഞെടുക്കുകയുണ്ടായി. 76 അവർ തന്നെ എന്ത് ചെയ്തു? കോളനിയൽ ആർമി തന്നെ എന്ത് ചെയ്തു? ഇൻഡിപെൻഡന്റ്, അവർ സ്വതന്ത്രമായി എന്ന് സ്വയപ്രഖ്യാപനം നടത്തുകയാണ് 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം. ആരാണ് ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം നടത്തിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് പ്രസിദ്ധമായ ഈ പറയുന്ന പ്രഖ്യാപനം നടത്തിയത്. 1781 കോളനിയും അതുപോലെ തന്നെ ബ്രിട്ടനും കോളനിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രാജാവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 1781 അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയാണ്. ഇംഗ്ലണ്ടും നോർത്ത് അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, കോളനിയും തമ്മിലുള്ള യുദ്ധമാണ്. എന്തുകൊണ്ട് നോർത്ത് അമേരിക്ക എന്ന് ഇവിടെ എടുത്തു പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അമേരിക്കയുണ്ട്. നോർത്ത് അമേരിക്കയും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയും. സൗത്ത് അമേരിക്ക നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നു. ആ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ടാണ് ഇവിടെ നോർത്ത് അമേരിക്ക എന്ന് തന്നെ എടുത്തു പറയുന്നത്. 1781 കോളനികൾ സ്വതന്ത്രമാക്കിക്കൊള്ളാം എന്ന് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ, ബ്രിട്ടനിലെ രാജാവിൻ്റെ പരാമർശത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നു? യുദ്ധം അവസാനിക്കുന്നു. കോളനിയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള. 1783 കോളനികളെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രീറ്റി ഓഫ് പാരീസ് ഉണ്ടാകുന്നു. 1781 യുദ്ധം അവസാനിക്കുന്നത്. 1783 ട്രീറ്റി ഓഫ് പാരീസ് ഉണ്ടാകുന്നു. ട്രീറ്റി ഓഫ് പാരീസിനെ തുടർന്ന് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയാണ്. ഫിലാഡൽഫിയയിൽ തന്നെ ഒത്തുകൂടിയ സമ്മേളനത്തിലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കുന്നത്. പുതുതായി ഉണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ജോർജ് വാഷിങ്ടൺ, ആരാണ് ജോർജ് വാഷിങ്ടൺ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കോണ്ടിനെന്റൽ ആർമിയുടെ തലവനായി തെരഞ്ഞെടുത്ത ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയാണ്. ആരെയാണ്? ജോർജ് വാഷിങ്ടണിനെ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഏതിന് പ്രകാരം? അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നു. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നു. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രകാരം ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്. ലോകത്തിന് ഒരുപാട് മാറ്റങ്ങൾ അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ഫലമായിട്ട് ഉണ്ടായി. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടാവുന്ന ഏതെങ്കിലും കാര്യങ്ങളെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ്. നിലവിൽ ഇവിടെ നിലനിന്നിരുന്ന ഒരുപാട് സിസ്റ്റങ്ങളെ ഇത് ചേഞ്ച് ചെയ്യുന്നതിന് കാരണമായി മാറി. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ സിസ്റ്റങ്ങളെ ചേഞ്ച് ചെയ്തത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഫലമായിട്ട് ഇറ്റ് ഗീവ് എ ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ. പിന്നീടുണ്ടായ ഇവിടുത്തെ ഫ്രീഡം സ്ട്രഗിൾക്ക്, സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വവും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷനും പ്രചോദനവും കൊടുത്തു ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാമത് കാര്യം പറയുന്നത് എന്താ? കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റിനെ, റിപ്പബ്ലിക് എന്താ നമുക്കറിയാം അല്ലേ? തലവന് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തതും അതുപോലെ തന്നെ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉള്ളതുമായ സിസ്റ്റത്തെ നമ്മൾ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്നു. ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ടായി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ, ആൻഡ് സെക്കൻഡ് വൺ ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. മൂന്നാമത് പറയുന്നത് എന്താണ്? പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഫലമായിട്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്വേർഡ് ഫ്രം ദ അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റ് ഇൻ യൂണിയൻ. സ്റ്റേറ്റുകൾക്ക് അവരുടെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകൾക്കും പവറുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തെ, സെൻട്രൽ മാത്രം പവറിനെ, കേന്ദ്രത്തിൽ മാത്രം പവറിനെ ഒതുക്കി നിർത്താതെ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റുകളിലേക്കും പവറുകളെ വിഭജിച്ചു കൊടുക്കുന്ന ഒരു ഫെഡറൽ സംവിധാനം ഒരുക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നതും ഏതിൻ്റെ ഫലമായിട്ടാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളെ നമുക്ക് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ആദ്യം മുതലേ തന്നെ പറഞ്ഞു വരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മെർക്കൻറ്റൈലിസം ആയിരുന്നു. മെർക്കൻറ്റൈലിസം എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ മാതൃരാജ്യത്തിന് സഹായത്തോടു കൂടി കോളനി നടപ്പിലാക്കിയ സിസ്റ്റം. അതിൻ്റെ ഫലമായി ഉണ്ടായ 5 മെർക്കൻറ്റൈലിസ്റ്റ് ലോ. ഒന്നാമത് ഷിപ്പ്, 2 ഒൺലി ബി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്, 3 ഇമ്പോർട്ട് ടാക്സ്, 4 ബ്രിട്ടീഷ് സ്റ്റാമ്പ്, 5 എന്താണ്? ബ്രിട്ടീഷ് ട്രൂപ്പ് അല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു?
ഒരുപാട് അവിടെ കോളനിയിൽ അല്ലെ ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി പറഞ്ഞു. 1773 ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി പറയുന്നു. 1774 കോണ്ടിനെന്റൽ കോൺഗ്രസിനെ പറ്റി പറയുന്നു. 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടാവുന്നു. ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. കോളനിയും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് 1781 യുദ്ധം അവസാനിക്കുന്നു. 1783 ട്രീറ്റി ഓഫ് പാരീസ് വരുന്നു. കോളനികൾ സ്വതന്ത്രമായി മാറുന്നു. ലോകത്തിന് പിന്നീടുണ്ടായ ചേഞ്ച്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ചേഞ്ചസും നമ്മളിവിടെ പറഞ്ഞു വരുന്നു. അപ്പം ഈ പറഞ്ഞ പോയിന്റുകളെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സിസ്റ്റങ്ങൾക്ക് എഴുതിയെടുക്കുക എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. എഴുതിയെടുത്തത് സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ലെക്ചർ നോട്ടായിട്ട് പഠിക്കാവുന്നത് പഠിക്കുക. ഇനി വരുന്ന 4 റവല്യൂഷനുകളായിരിക്കും നമ്മൾ അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്കിനി 4 റവല്യൂഷനും കൂടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് ലഭ്യമാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ മറക്കാതെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെതായ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി.